കറണ്ട് അഫയേഴ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം, 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആരാണ്? 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആരാണ്? വി പി ജോയ് ആണ് 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ. അഡ്വക്കേറ്റ് എം രാജഗോപാലൻ നായർ, ശ്രീലത സുകുമാരൻ എന്നിവരാണ് മറ്റു അംഗങ്ങൾ. 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ അംഗങ്ങളാണ് അഡ്വക്കേറ്റ് എം രാജഗോപാലൻ നായരും ശ്രീലത സുകുമാരനും. കമ്മീഷൻ സെക്രട്ടറി ബി ആർ ശോഭയാണ്. 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ സെക്രട്ടറി. 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ വി പി ജോയ് ആണ്. അഡ്വക്കേറ്റ് എം രാജഗോപാലൻ നായരും ശ്രീലത സുകുമാരനുമാണ് മറ്റ് അംഗങ്ങൾ. കമ്മീഷൻ സെക്രട്ടറി ബി ആർ ശോഭയാണ്. അടുത്ത ചോദ്യം, ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ 6ാമത് പതിപ്പ് വേദി. ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ 6ാമത് പതിപ്പിൻ്റെ വേദി ഗുൽമാർഗ് ആണ്. ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ 6ാമത് പതിപ്പ് വേദി ഗുൽമാർഗ് ആണ്. അടുത്ത ചോദ്യം, ഭിന്നശേഷിക്കാരെ സ്വയം പര്യാപ്തരാക്കാനായി സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ ആരംഭിക്കുന്ന സ്വയം സഹായ സംഘമാണ് സുശക്തി. ഭിന്നശേഷിക്കാരെ സ്വയം പര്യാപ്തരാക്കാനായി സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ ആരംഭിക്കുന്ന സ്വയം സഹായ സംഘമാണ് സുശക്തി. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പിളി ഉൽപ്പാദക സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പിളി ഉൽപ്പാദക സംസ്ഥാനം രാജസ്ഥാനാണ്. രാജസ്ഥാനാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പിളി ഉൽപ്പാദക സംസ്ഥാനം. അടുത്ത ചോദ്യം, 2025 അഴിമതി ധാരണാ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. 2025 അഴിമതി ധാരണാ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 91 ആണ്. അടുത്ത ചോദ്യം, ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക പിന്നോക്കാവസ്ഥ ക്ഷേമം എന്നിവ സംബന്ധിച്ച് പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് നൽകാൻ കേരള സർക്കാർ നിയമിച്ച കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് JB കോശി. ക്രൈസ്തവ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക പിന്നോക്കാവസ്ഥ ക്ഷേമം എന്നിവ സംബന്ധിച്ച് പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് നൽകാൻ കേരള സർക്കാർ നിയമിച്ച കമ്മിറ്റിയുടെ ചെയർമാനാണ് ജസ്റ്റിസ് JB കോശി. അടുത്ത ചോദ്യം, സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം 50% ഉയർത്താൻ സർക്കാർ കുടുംബശ്രീയിലൂടെ നടപ്പിലാക്കുന്ന ക്യാമ്പയിനാണ് ഉയരെ. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം 50% ഉയർത്താൻ സർക്കാർ കുടുംബശ്രീയിലൂടെ നടപ്പിലാക്കുന്ന ക്യാമ്പയിനാണ് ഉയരെ. അടുത്ത ചോദ്യം, ഇന്റർനാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ IRIA നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്റർനാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ നിലവിൽ വരുന്നത് കണ്ണൂരിലാണ്. കണ്ണൂരിലാണ് ഇന്റർനാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ IRIA നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രമാണ് കണ്ണൂരിൽ നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രമാണ് കണ്ണൂരിൽ നിലവിൽ വരുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ വിതരണം ചെയ്യുന്ന സൗജന്യ ഗർഭാശയ ക്യാൻസർ വാക്സിൻ. ഇന്ത്യയിൽ വിതരണം ചെയ്യുന്ന സൗജന്യ ഗർഭാശയ ക്യാൻസർ വാക്സിനാണ് ഗാർഡാസിൽ. ഗാർഡാസിലാണ് ഇന്ത്യയിൽ വിതരണം ചെയ്യുന്ന സൗജന്യ ഗർഭാശയ ക്യാൻസർ വാക്സിൻ. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ HPV വാക്സിനാണ് സെർവാവാക്. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ HPV വാക്സിനാണ് സെർവാവാക്. ഏത് പ്രായത്തിലുള്ള കുട്ടികളെയാണ് കേന്ദ്ര പദ്ധതി പ്രധാനമായും ലക്ഷ്യമിടുന്നത്? ഏത് പ്രായത്തിലുള്ള പെൺകുട്ടികളെയാണ് കേന്ദ്ര പദ്ധതി പ്രധാനമായും ലക്ഷ്യമിടുന്നത്? 14 വയസ്സ് വരെ പ്രായമുള്ള പെൺകുട്ടികളെയാണ് കേന്ദ്ര പദ്ധതി പ്രധാനമായും ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ കായലിന് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളമുള്ള പാലം. കേരളത്തിൽ കായലിന് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളമുള്ള പാലമാണ് പെരുമ്പളം പാലം. കേരളത്തിൽ കായലിന് കുറുകെ നിർമ്മിച്ച ഏറ്റവും നീളമുള്ള പാലമാണ് പെരുമ്പളം പാലം. പെരുമ്പളം പാലം നിർമ്മിച്ചിരിക്കുന്നത് വേമ്പനാട് കായലിന് കുറുകെയാണ്. പെരുമ്പളം പാലം നിർമ്മിച്ചിരിക്കുന്നത് വേമ്പനാട് കായലിന് കുറുകെയാണ്. അടുത്ത ചോദ്യം, ദുർഘട മേഖലയിൽ സമഗ്ര ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാനായി സംസ്ഥാനത്തെ ആദ്യ ട്രൈബൽ മൾട്ടിപർപ്പസ് സെന്റർ ആരംഭിച്ചതെവിടെ? ദുർഘട മേഖലയിൽ സമഗ്ര ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാനായി സംസ്ഥാനത്തെ ആദ്യ ട്രൈബൽ മൾട്ടിപർപ്പസ് സെന്റർ ആരംഭിച്ചത് എവിടെ? വാളംതോട് ട്രൈബൽ ഹബ്ബ്, മലപ്പുറം. ദുർഘട മേഖലയിൽ സമഗ്ര ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാനായി സംസ്ഥാനത്തെ ആദ്യ ട്രൈബൽ മൾട്ടിപർപ്പസ് സെന്റർ ആരംഭിച്ചത് മലപ്പുറത്താണ്. വാളംതോട് ട്രൈബൽ ഹബ്ബ്. അടുത്ത ചോദ്യം, 2026 ഖത്തർ ഓപ്പൺ ടെന്നീസ് പുരുഷ കിരീട ജേതാവ്. 2026 ഖത്തർ ഓപ്പൺ ടെന്നീസ് പുരുഷ കിരീട ജേതാവാണ് കാർലോസ് അൽക്കരസ്. കാർലോസ് അൽക്കരസ് ആണ് 2026 ഖത്തർ ഓപ്പൺ
ഖത്തർ ഓപ്പൺ ടെന്നീസ് പുരുഷ കിരീട ജേതാവ്. 2026 ഫെബ്രുവരിയിൽ സമ്പൂർണ്ണ നക്സൽ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ബീഹാറാണ്. 2026 ഫെബ്രുവരിയിൽ സമ്പൂർണ്ണ നക്സൽ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് ബീഹാറാണ് 2026 ഫെബ്രുവരിയിൽ സമ്പൂർണ്ണ നക്സൽ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. 2027 AI ഇമ്പാക്റ്റ് ഉച്ചകോടിക്ക് വേദിയാവുന്നത് ജനീവ, സ്വിറ്റ്സർലൻഡാണ്. 2027 AI ഇമ്പാക്റ്റ് ഉച്ചകോടിക്ക് വേദിയാവുന്നത് ജനീവ, സ്വിറ്റ്സർലൻഡാണ്. 2026 AI ഇമ്പാക്റ്റ് ഉച്ചകോടിയുടെ വേദി ഇന്ത്യയായിരുന്നു. 2027 AI ഇമ്പാക്റ്റ് ഉച്ചകോടിയുടെ വേദി ജനീവ, സ്വിറ്റ്സർലൻഡ് ആണ്. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം എന്ന റെക്കോർഡിന് ഉടമയായ ഇന്ത്യൻ താരം ഹർമൻപ്രീത് കൗറിനാണ് അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം എന്ന റെക്കോർഡിന് ഉടമയായത്. അടുത്ത ചോദ്യം, നീതി ആയോഗിൻ്റെ പുതിയ സിഇഒ നിധി ചിബ്ബറാണ്. നീതി ആയോഗിൻ്റെ പുതിയ സിഇഒ നിധി ചിബ്ബറാണ്. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിനിൻ്റെ പരീക്ഷണ ഓട്ടം നടന്നത് എവിടെ? രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിനിൻ്റെ പരീക്ഷണ ഓട്ടം നടന്നത് എവിടെ? ഹരിയാനയിലെ ജിന്ദിലാണ് രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിനിൻ്റെ പരീക്ഷണ ഓട്ടം നടന്നത്. ജിന്ദ് മുതൽ സോനിപത്ത് വരെയുള്ള 90 കിലോമീറ്റർ പാതയിലാണ് പരീക്ഷണ ഓട്ടം നടത്തിയത്. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിനിൻ്റെ പരീക്ഷണ ഓട്ടം നടന്നത് ഹരിയാനയിലെ ജിന്ദിലാണ്. ജിന്ദ് മുതൽ സോനിപത്ത് വരെയുള്ള 90 കിലോമീറ്റർ പാതയിലാണ് പരീക്ഷണ ഓട്ടം നടത്തിയത്. അടുത്ത ചോദ്യം, നാഗാലാൻഡിലെ സാങ്തം നാഗ ഗോത്രം ഏർപ്പെടുത്തിയ വേട്ടയാടൽ വ്യാപാര നിയന്ത്രണത്തിലൂടെ വംശനാശ ഭീഷണി നേരിടുന്ന ഏത് സസ്തനിയെയാണ് സംരക്ഷിക്കുന്നത്? ഈനാംപേച്ചി. നാഗാലാൻഡിലെ സാങ്തം നാഗ ഗോത്രം ഏർപ്പെടുത്തിയ വേട്ടയാടൽ വ്യാപാര നിയന്ത്രണത്തിലൂടെ വംശനാശ ഭീഷണി നേരിടുന്ന ഏത് സസ്തനിയെയാണ് സംരക്ഷിക്കുന്നത്? ഈനാംപേച്ചി.